പകുതി വിലക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളും ഒക്കെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്താകെ അനന്തു കൃഷ്ണൻ എന്ന വ്യക്തി നടത്തിയത് കോടികളുടെ ക്രമക്കേടാണ്. വൻ തട്ടിപ്പിനെ കുറിച്ച് സംസ്ഥാന വ്യാപകമായി തന്നെ പരാതികളും വന്നു കഴിഞ്ഞു. കണ്ണൂരിലും നിരവധി പരാതികളാണ് ലഭിച്ചത്. 700-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി പേർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവർക്ക് പ്രധാനപ്പെട്ട ആവശ്യം, ഈ അനന്തു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ കേസ് ആ ആളുകളുടെ പേരിൽ മാത്രം കേസെടുത്താൽ പോരാ, പ്രൊമോട്ടർമാരിൽ നിന്ന്, അതായത് തങ്ങളിൽ നിന്ന് പണം വാങ്ങിയ ആളുകളിൽ നിന്ന്, തങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച ആളുകളുടെ പേരിലും കേസെടുക്കണം എന്നൊരാവശ്യമാണ് ഈ വനിതകൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അനന്തു കൃഷ്ണൻ റിമാൻഡിലാണ്. ആ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂരിൽ ഈ പ്രതികൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾക്കെതിരെ, അതായത് പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കണം എന്നൊരു ആവശ്യം, ആ ആവശ്യം ശക്തമാക്കുകയാണ് ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ. തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടവർ ഏറെയും വീട്ടമ്മമാരാണ്. പകുതി വിലക്ക് സ്കൂട്ടർ നൽകും എന്നൊക്കെ പറഞ്ഞാണ് ഇതിൻ്റെ പ്രൊമോട്ടർമാർ സമീപിച്ചത്. ഈ പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കണം എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ കാരണം, നമ്മളിത് തട്ടിപ്പാണെന്ന് സംശയം തോന്നിയപ്പോൾ അവർ നമ്മളെ കേസ് കൊടുക്കരുതെന്നിട്ട് പിന്തിരിപ്പിച്ചു. അവസാനം ഇത് അറസ്റ്റ് വന്നല്ലോ, അറസ്റ്റ് വന്ന ശേഷം നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി അതിൻ്റെ മേലെ കേസ് കൊടുത്താൽ അവർക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല, അപ്പം നിങ്ങളിത് പിന്നെ അങ്ങോട്ടേക്ക് നീണ്ടുപോകും. നമ്മൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുന്നതാണ്, നിങ്ങളും കൂടി നമ്മളെ കൂടെ വരണം, കേസ് കൊടുക്കാം. പക്ഷെ അവർ വന്നിട്ടില്ല. ഇപ്പം അവർക്കെതിരെ കേസ് വരുന്നു ആയപ്പോൾ അവരിവിടെ ഈ അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുത്തിട്ടാണല്ലേ. ഇപ്പോൾ SP പറയുന്നതെന്ന് വെച്ചാൽ, ഈ പ്രൊമോട്ടർമാരുടെ കൂടെ നമ്മളും കൂടി കേസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ഈ പ്രൊമോട്ടർമാർക്കെതിരെ തന്നെ കേസ് കൊടുക്കുന്നു. കാരണം നമ്മളെടുത്ത് നിന്ന് ഈ 60,000 മാത്രമല്ല, ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 320 ചിലവരത്ത് നിന്ന് 350 വാങ്ങിയതുണ്ട്. പിന്നെ നോട്ടറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് 500 എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അലച്ചിലെല്ലാം കാണുന്നില്ലേ, 2-3 ദിവസമായി നമ്മൾ അലയുന്നത്. ഈ ഹോം അപ്ലയൻസസിൻ്റെ അവരത് എക്സ്ട്രാ 1500 ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാഷ് അവർ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഈ പ്രൊമോട്ടർമാർ തന്നെയാണ്. എന്തായാലും അവർക്കെതിരെയും കേസ് വേണമെന്നുണ്ട്. ആരൊക്കെയാണ് ഈ പ്രൊമോട്ടർമാർ എന്ന് പറയുന്നത്? ആരൊക്കെയാണ്? പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ടോ ഇതിൽ? പഞ്ചായത്ത് മെമ്പർ ഇല്ല. പഞ്ചായത്ത് മെമ്പറിൻ്റെ ഹസ്ബൻഡ് എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ പഞ്ചായത്ത് മെമ്പർ. എന്നെ ഡയറക്റ്റ് ചെയ്തത് മോഹനൻ എന്ന് പറഞ്ഞ സാറാണ്. പിന്നെ റീന എന്ന് പറഞ്ഞ. മോഹനൻ എന്ന് പറഞ്ഞവരാരാ? മോഹനൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഫീസറാണ്, ഇവിടുത്തെ കണ്ണൂർ ഓഫീസറാണ്. പിന്നെ ഈ രാജാമണി എന്ന് പറഞ്ഞവരുണ്ട്, റീന, സക്കീന, പിന്നെ ബാബു. ഇവരൊക്കെ എന്താ നിങ്ങളോട് എന്ത് പറഞ്ഞാ വിശ്വസിപ്പിച്ചത്? അത് തന്നെയാണ് നമ്മൾ ഈ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിൽ ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അറിവിൽ കിട്ടിയിട്ടുണ്ട്, വണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 2 വീലർ തന്നെ ബുക്ക് ചെയ്തവർക്ക് ഇതും തയ്യൽ മെഷീൻ കിട്ടിയിട്ടുണ്ട്. ഓണൊക്കെ കണ്ടാണ് നിങ്ങൾ വിശ്വസിച്ചത്? ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വാട്ടർ ടാങ്കിൻ്റെ ഇതുണ്ട്, പദ്ധതിയുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതിയുണ്ട്. ലാപ്ടോപ്പ്, മൊബൈലിലെല്ലാം അവർ ഡയറക്റ്റാണ് ക്യാഷ്, അവർക്ക് പ്രൊമോട്ടർമാർക്ക് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കിട്ടിയിട്ടില്ല? ഇല്ല, അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇത് നമ്മൾ അനന്തകൃഷ്ണൻ്റെ പേരിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവരെ പറയുന്നത്, നിങ്ങൾ ഡയറക്റ്റ് നമുക്ക് തന്നതല്ലോ അവരെ പേരിൽ. നമുക്ക് അനന്തകൃഷ്ണനെ ഡയറക്റ്റ് അറിയില്ല. ഇവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു പ്രൊമോട്ടർമാർക്കെതിരെയും കേസ്? പ്രൊമോട്ടർക്കെതിരെ കേസ്. നമ്മൾ അനന്തകൃഷ്ണന് മാത്രം കൊടുത്താൽ ശരിയാവില്ല. എന്തായാലും ന്യായമായ ആവശ്യം, അതായത് അനന്തു കൃഷ്ണൻ എന്നുള്ള ആളുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ പണം ഇട്ടിരുന്നത്. എന്നാൽ ഈ പ്രൊമോട്ടർമാർ, തങ്ങളെ സമീപിച്ച പ്രൊമോട്ടർമാരാണ് ഈ കാര്യങ്ങളൊക്കെ, ഇത്ര പൈസ ഇട്ടാൽ ഇങ്ങനെ 1,20,000 രൂപയുടെ സ്കൂട്ടർ 60,000 രൂപ ഈ അക്കൗണ്ടിൽ ഇട്ടാൽ കിട്ടും എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളെ ബോധിപ്പിച്ചത്, തങ്ങളെ വിശ്വസിപ്പിച്ചത് ഈ പ്രൊമോട്ടർമാരാണ്. അപ്പോൾ ഈ പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ നിലവിൽ സാങ്കേതികമായ ചില
തടസ്സങ്ങൾ പോലീസിനുണ്ട്. ആ സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം മുഴുവൻ പോയിട്ടുള്ളത്. ഈ പ്രൊമോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് ഈ ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ സ്കീമിൽ ഈ ഇരുചക്ര വാഹനം അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത്. പണം ഈ പ്രൊമോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ല. അതാണ് പോലീസ് സാങ്കേതികമായി അവർക്കെതിരെ കേസെടുക്കുന്നതിനൊരു തടസ്സം പറയുന്നത്. പക്ഷേ വ്യാപകമായ പരാതിയാണ്. നിരവധി പേരാണ് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 4 ദിവസമായി ഈ സ്ത്രീകൾ പരാതിയുമായി എത്തിയിരുന്നു. അതിനുശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തി. മയ്യിൽ, ചകരക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. ആ പരാതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഇവർ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതികൾ ഇങ്ങനെ വ്യാപകമാകുകയാണ്. 700-ലധികം പരാതികൾ കണ്ണൂരിൽ മാത്രം. ഈ പരാതികളിൽ എല്ലാം തന്നെ അനന്തു കൃഷ്ണനാണ് ഒന്നാം പ്രതി. കണ്ണൂരിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 7ാം പ്രതിയായാണ് ലാലി വിൻസെന്റിനെ ചേർത്തത്. അതിൽ ഈ പ്രൊമോട്ടർമാർ നൽകിയ പരാതിയിലാണ് ആ കേസ് ഉള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ലാലി വിൻസെന്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഈ തട്ടിപ്പ് സംഘത്തിന് നിയമോപദേശം നൽകി എന്നുള്ളതാണ് അവർക്കെതിരായ പരാതി. എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ തട്ടിപ്പിന് ഇരയായ സ്ത്രീകളൊക്കെ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്? നമ്മോട് പറഞ്ഞത് ഇപ്പം അനന്തകൃഷ്ണൻ എന്നുള്ള പേരിലാണ് നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്കെതിരെ ഇപ്പം നമ്മൾ ഈ പറയുന്ന പ്രൊമോട്ടർമാർ ആരുടെ കൈമിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്, കമ്മീഷൻ പറയുന്നത്. അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല? അല്ല, നമുക്ക് സ്വീകാര്യമല്ല. ഈ പ്രൊമോട്ടർമാർക്കെതിരെയും കേസ് എടുത്തേ മതിയാകും. അതിന് എന്താണ് സാങ്കേതിക തടസ്സം പറയുന്നത്? അവരെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് കൊടുത്തില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന പ്രൊമോട്ടർമാരെയും കോർഡിനേറ്ററും കൈമിൽ നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ്. നിങ്ങൾ എങ്ങനെയാണ് ഈ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടത്? പറഞ്ഞത് ഈ കോർഡിനേറ്റർ പറയുന്ന ആ പ്രൊമോട്ടർ പറയുന്ന അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്യാഷ് അയച്ചത്. അതിനുള്ള തെളിവെല്ലാം നമ്മളെ കയ്യിലുണ്ട്. അവരയക്കുന്ന വോയിസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ തെളിവും നമ്മളെ കൈമിലുണ്ട്. അപ്പോൾ ഈ കേസെടുക്കാൻ കഴിയില്ല, നിങ്ങൾ പരാതി നൽകിയാലും കേസെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരാതി തൊട്ടോ, പക്ഷേ അവർ ഓൾറെഡി കേസ് കൊടുത്തു. മോഹൻ എന്ന് പറഞ്ഞ അവർ നമ്മളെല്ലാവരെയും ഇത് വെച്ചിട്ട് അവർ ഓൾറെഡി അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പ്രൊമോട്ടർമാർ നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷ നിങ്ങൾക്കില്ലേ? ഇല്ല. നമ്മളിവിടെ ഈ 2 ദിവസം നമ്മൾ വളവട്ടം ഉണ്ടായിട്ടും ഇവർ വന്നിട്ടില്ല. അതിന് ഒരു പ്രൊമോട്ടർ, 2 പ്രൊമോട്ടർ, ഒരു കോർഡിനേറ്ററെ വന്നിട്ടുള്ളൂ. ബാക്കി ഈ ലേഡീസ് അവരാരും വന്നിട്ടില്ല. അവർ പോലീസുകാർ വിളിച്ചിട്ടും അവർ വന്നില്ല. ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് പോയി. ഒരാൾ പറഞ്ഞു ഞാൻ ഇവിടെ സമ്മേളനത്തിലാവുള്ള ഞാൻ 8 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു രതീഷ് എന്ന് പറഞ്ഞ ഒരാൾ. പിന്നെ ഒരാൾ റീന എന്ന് പറഞ്ഞവർക്ക് നടുവേദനയാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരാൾ ബാംഗ്ലൂരേക്ക് രാവിലെ വിളിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ എത്ര പൈസയാണ് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടത്? 80,000 രൂപയോളം വരും. 60,000 വണ്ടിക്കും വാഷിംഗ് മെഷീനും സ്കൂട്ടിക്കും. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തട്ടിപ്പാണ് എന്ന് ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒന്നാമത് നമ്മളെ പാർട്ടി നമ്മളെ കോർഡിനേറ്റർ നമ്മളെ പാർട്ടീൻ്റെ ആൾക്കാരാണ്. മെമ്പർ ഒരു ഇതാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തത് MLA സുമേഷാണ്. അപ്പം നമ്മളിതെല്ലാം കാണുമ്പോൾ നമുക്കൊന്നും തെറ്റാണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പിന്നെ പഞ്ചായത്ത് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അകത്താണ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുള്ളത്. ഈ CSR ഫണ്ട് ഇങ്ങനെ കിട്ടും, അതിന് ആ പൈസ കൂടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തരും എന്നുള്ളൊരു വിശ്വാസം, അതായത് ഈ ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്ത ചടങ്ങുകൾ, ഈ ചടങ്ങുകളൊക്കെയാണ് ഇതിന് വിശ്വാസം ഉണ്ടാക്കിയതല്ലേ? അതെ അതെ. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പം വളപട്ടണം പഞ്ചായത്തിൽ ഇവർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇത് നമുക്ക് വിശ്വാസമല്ല, അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അഴീക്കോട് പഞ്ചായത്തിലേക്ക് പോയതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതറിഞ്ഞു. അവർ ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പെടുവിലായിരുന്നു. അപ്പോൾ വളപട്ടണം പഞ്ചായത്തിൽ പ്രസിഡന്റ് അന്വേഷിച്ച പോലെ നമ്മളെ അഴീക്കോട് പഞ്ചായത്തും ഇതുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളാരും ഇങ്ങനെ ചതിയിൽ പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ മെമ്പർ ഒന്ന് അന്വേഷിച്ച് ചെയ്തതാണെങ്കിൽ പെടില്ല. വാർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രം ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. മരണങ്ങൾ ഇങ്ങനെ ആ ഗ്രൂപ്പിലാണ് ഇങ്ങനൊരു NGO കോൺഫെഡറേഷൻ്റെ ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നത്, പോസ്റ്റർ വന്നത്. അത് കാരണമാണ് മിക്ക ആൾക്കാരും പെട്ടിട്ടുള്ളത്. അല്ലാണ്ട് മുന്നേ മണി ട്രാപ്പിൽ പെട്ട ആൾക്കാരല്ല എല്ലാവരും. പഞ്ചായത്ത് മെമ്പർ നിങ്ങളോട് പറഞ്ഞിരുന്നു? പഞ്ചായത്ത് മെമ്പർ ആരെങ്കിലും പറഞ്ഞിരുന്നു? മെമ്പറാണ് പൈസ ആ ഒരു ഇത് ഇട്ടിട്ടുള്ളത്. പിന്നെ മെമ്പറുടെ ഭർത്താവും ഇതിൽ പ്രൊമോട്ടറാന്ന് പറയുന്നുണ്ട്. 100 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ വണ്ടി കിട്ടുമെന്നുള്ളില്ലാന്ന് നമ്മൾ ജോയിൻ ആയതു. എന്നിട്ട് ഇതുവരെ കിട്ടിയില്ല. നമ്മൾ ഇവരെ വിളിച്ചു,
വരൂ നമുക്ക് കേസ് കൊടുക്കാം, ഒന്നിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഈ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ കോർഡിനേറ്ററായ മോനേട്ടനോ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങൾ കേസ് കൊടുക്കരുതെന്നും കേസ് കൊടുത്താൽ നമ്മൾ പൈസ തിരിച്ചു തരൂല, ഇതാണ് അവർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച കാര്യങ്ങൾ. ഇതിൻ്റെ വ്യക്തമായ ഗ്രൂപ്പുകളും അതിലുള്ള വോയിസും നമ്മളെ കയ്യിലുണ്ട്. അഡ്മിൻസ് അവരായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് 2 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഇവരാണ് അഡ്മിൻസ്, ഇവരെ വോയിസാണ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രതികരിക്കാൻ പറഞ്ഞപ്പോൾ പ്രതികരിക്കുന്ന ആൾക്കാരുടെ നോട്ട് ചെയ്തിട്ട് അനന്തകൃഷ്ണന് പറഞ്ഞു കൊടുക്കുന്നു കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞത് റിമൂവ് ചെയ്ത് ഒരു പ്രായമായ ഒരമ്മേനെ പ്രതികരിച്ചതിൻ്റെ പേരിൽ റിമൂവ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അവർ റീഫണ്ടിന് കൊടുക്കാൻ പോയപ്പം മോഹനേട്ടൻ അവരെ കൺവീൻസ് ചെയ്തിട്ട് ആ പേപ്പർ തിരിച്ചു വാങ്ങിയിട്ടുമുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇവരെ വിശ്വസിക്കാതെ നമ്മൾ ഇവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോയത്. എന്നാൽ വളപട്ടണം സ്റ്റേഷനിലെ നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. 2 ദിവസം കുഞ്ഞുങ്ങളെ എടുത്ത സ്ത്രീകളാണ് ഇന്നില്ലാതുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. 170 സംതിങ് ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പരിഗണനയും തരാതെ നമ്മൾ അവിടെ നിർത്തിച്ചതിന് ശേഷം നിർത്തിച്ചു. അതും അവരാരും വന്നില്ല. കുറച്ചാൾ നാട് വിട്ട് കുറച്ചാൾക്ക് നടുവേദന എന്ന് പറഞ്ഞ് വന്നതുമില്ല. എന്നിട്ടാണ് അവർ പറയുന്നത്, ഇപ്പം ഇന്ന് നമ്മൾ അറിയുന്നത് അവരെ പറഞ്ഞ കേസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയ നമ്മളെ കേസ് അവരെടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതെന്ന അർത്ഥം. ഇവരെ നമ്മൾ ഉപദേശിക്കാൻ നമുക്കറിയാം സാർ, നമ്മൾ പെട്ടു, നമ്മളത് പറഞ്ഞു, നമ്മൾ പെട്ടു, മെമ്പർ ത്രൂ ആ പെട്ടത്, ഇതൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നിങ്ങളിത് കേൾക്കാൻ ടൈമില്ല എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളിതിന് നിൽക്കാനല്ല ഇവിടെ സമയം എന്ന് കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും ആൾക്കാർ വിഡ്ഢികളാണ് എന്നാണ് ഇപ്പം പോലീസ് അടക്കം പറയുന്നത്. എത്ര മോശമാണ്. ഇത്രയും ഇവരോടൊക്കെ ചോദിച്ചൊക്കെ അറിയാം, പണയം വെച്ചിട്ടൊക്കെയാണ് ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഇവർക്കല്ലേ അറിയുള്ളൂ. അപ്പം എല്ലാവരും കമ്മീഷണറും നമ്മളെ കൂടെ നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ എങ്ങനെയാണ് ഇതിൽ വിശ്വാസ്യത ഉണ്ടായി എന്ന് നിങ്ങൾ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? പൊതുരംഗത്തുള്ള ആൾക്കാരിലുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ അമാനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്ക് മുസ്ലിം മഠത്തിലും അതിലെ പോസ്റ്ററിൽ ഇപ്പോൾ പിന്നെ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുന്നുള്ള പോസ്റ്ററുണ്ട്. പക്ഷേ മന്ത്രി അവിടെ വന്നിട്ടില്ല എന്ന് തോന്നും. അവിടുത്തെ പരിപാടിക്ക് മുസ്ലിം മഠത്തിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പോസ്റ്ററൊക്കെ ഫോട്ടോ ഈ ജനപ്രതിനിധികളൊക്കെ തന്നെ വ്യാപകമായി എല്ലാ പരിപാടിക്കും ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ അമാനി ഓഡിറ്റോറിയത്തിലുണ്ടായ പരിപാടിൻ്റെ ഇതാണ് പോസ്റ്ററാണ്. അതുപോലെ തന്നെ അതെ, വുമൺ ഓൺ വീൽ. അതുപോലെ തന്നെ ഇതാണ് ഉദ്ഘാടനം ചെയ്ത ഇതാ മുസ്ലിം മഠത്തിലാണ്. ഇങ്ങനെയൊക്കെ പൊതുരംഗത്തുള്ള എല്ലാ ആൾക്കാരും ഇതിനോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിലൂടെയാണ് ഇത് പിന്നെ ഇവർ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റിക്കപ്പെട്ടു. വേറെ എന്ത് ചെയ്യാൻ? ഇപ്പോൾ ഇയാളെ പിന്നാലെ പോയിട്ടെങ്കിലും നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടണം. ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർ കടം വാങ്ങിച്ചിട്ടും പകുതി പൈസക്ക് കിട്ടുന്നതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ പൈസ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണകർത്താക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ അടുത്തുള്ള പൈസ നമുക്ക് വീതം വെച്ചിട്ടെങ്കിൽ തരണം എന്ന് പറയുന്നുള്ളൂ. എന്തായാലും മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്തു കൃഷ്ണൻ ജയിലിലാണ് ഇപ്പോഴുള്ളത്, റിമാൻഡിലാണ്. ആ റിമാൻഡിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കണ്ണൂരിൽ കൊണ്ടുവരും എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ നിരവധി ജില്ലകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ് പ്രധാനപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലാണ് അനന്തു കൃഷ്ണനോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് ലാലി വിൽസനും പ്രതിയായിട്ടുള്ളത്. എന്തായാലും വ്യാപകമായ പരാതി സംസ്ഥാനത്താകെ ഇതിനകം തന്നെ 1000-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസിന്റെ പരിധിയിൽ മാത്രം 700 പരാതികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി 1000-ലധികം 10,000-ഓളം പരാതികൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പരാതികളുടെ എണ്ണം. 1000 കോടിയുടെ തട്ടിപ്പ് എന്നാണ് പ്രാഥമികമായ ഒരു കണക്ക്. ഇത് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം മൂവാറ്റുപുഴയിൽ നടന്ന ആ അന്വേഷണത്തിൽ മാത്രം തന്നെ ഏതാണ്ട് 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ അക്കൗണ്ടിൽ ഈ പണമൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ അക്കൗണ്ടിൽ ഇത്രയും പണമില്ല എന്നുള്ളത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അനന്തു കൃഷ്ണന്റെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഭയാനകമായ രീതിയിലുള്ള ഒരു പണപ്പിരിവ് സംസ്ഥാന വ്യാപകമായി നടന്നു. അതായത് 60,000 മുതൽ 1,00,000 രൂപ വരെ ഓരോ ആളുകളിൽ നിന്നും പിരിച്ചിട്ടുണ്ട്. ഈ പണമൊക്കെ പോയിട്ടുള്ളത് ഈ അനന്തു കൃഷ്ണൻ എന്ന ആളുടെ ഒരു കമ്പനി അക്കൗണ്ടിലേക്കാണ്. അനന്തു കൃഷ്ണന്റെ ആ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ആ പണം പിന്നെ എവിടേക്ക് പോയി എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി
മുന്നോട്ട് പോകണമെങ്കിൽ ഈ അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. കസ്റ്റഡി അപേക്ഷ പോലീസ് ഉടൻ തന്നെ നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് ആ അന്വേഷണം നടക്കുന്നത്. മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, ചക്കരക്കല്ലിൽ കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കേസ് അവിടെയും ഈ അനന്തുകൃഷ്ണൻ എന്ന ആൾ തന്നെയാണ് പ്രതിയായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളൊക്കെ തന്നെ എല്ലാവരും പണം കടമെടുത്തും ഉള്ള സ്വർണം പണയം വെച്ചുമൊക്കെയാണ് ഈ സ്ത്രീകൾ ഈ പണം ഈ അക്കൗണ്ടിലേക്ക് നൽകിയിട്ടുള്ളത്. അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ് ഇവരെല്ലാം തന്നെ പണം നൽകിയിട്ടുള്ളത്. അപ്പോൾ നിരവധി സ്ത്രീകൾ വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പകുതി വിലക്ക് സ്കൂട്ടർ, അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങൾ ഇതൊക്കെ തന്നെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിശ്വസിപ്പിക്കാനായി പല ആളുകൾക്കും ഇതിൻ്റെ പണം ഈ ഇത്തരം സാധനങ്ങൾ നൽകി, ഇരുചക്ര വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്, തയ്യൽ മെഷീൻ നൽകിയിട്ടുണ്ട്, ഗൃഹോപകരണങ്ങൾ നൽകിയിട്ടുണ്ട്, കിറ്റുകൾ, ഓണത്തിന് കിറ്റുകൾ 4000 രൂപയുടെ കിറ്റ് 2000 രൂപ വാങ്ങി 4000 രൂപയുടെ സാധനങ്ങൾ നൽകി. അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അതിലൊക്കെ തന്നെ വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ ഇവർ പണം നൽകിയിട്ടുള്ളത്. എന്തായാലും വ്യാപകമായ തട്ടിപ്പ്, സംസ്ഥാന വ്യാപകമായി തന്നെ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിന് വേണ്ടി തന്നെ തട്ടിക്കൂട്ടിയ ഒരു സംവിധാനമാണോ ഇത് എന്നതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. വിശ്വാസം വരുന്നതിന് വേണ്ടി ആളുകൾക്ക് പല ആളുകളിൽ നിന്നും 100-ലധികം ആളുകളിൽ നിന്നും പണം വാങ്ങി 25ഓളം ആളുകൾക്ക് സാധനങ്ങൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയാണ് ഈ വ്യാപക തട്ടിപ്പ്. അതിൽ ജനപ്രതിനിധികളും പെട്ടുപോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പല ജനപ്രതിനിധികളും ഇവരുടെ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. KV സുമേഷ് MLA അഴീക്കോട്ട് നടന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഈ സ്ത്രീകളൊക്കെ തന്നെ പറയുന്നു. മേയർ മുസ്ലിം മഠത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പല നേതാക്കളും കണ്ണൂരിൽ ഈ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. എന്തായാലും ഈ തട്ടിപ്പിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷണം ഉണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് ഇവർക്ക് ഉറപ്പ് നൽകുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.